ആറന്മുളയിലെ ദുരിതബാധിത മേഖലയിൽ സഹായത്തിനായി മഹാരാഷ്ട്രയിൽ നിന്നും മെഡിക്കൽ സംഘമെത്തി. മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 100 ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. പ്രേംലാൽ പ്രബുദ്ധന്റെ റിപ്പോർട്ട്. ഞാനിപ്പോഴുള്ളത് ഇടയാറന്മുളയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. AMHSS. ഇവിടെ ഏകദേശം 100 കണക്കിന് ദുരിതബാധിതരുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട സംഗതി, മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീം, ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. 100 ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് हेल्थ मिनिस्टर. सर, हाउ यू एंड यूर टीम विल ऑपरेट? हम लोग कल से यहाँ पर है, त्रिवेंद्रम हम लोग आए. एयरफोर्स के स्पेशल फ्लाइट हमने 2 लाए थे यहाँ पर मुंबई से. उसमें 100 डॉक्टर्स है, टेक्नीशियंस है और पूरा मेडिसिन जितना लगेगा यहाँ पर उतना मेडिसिन हम लोग हमारे साथ में लाए. वैसे बाकी मेडिसिन हमारा बाय ट्रक मुंबई से आ रहा है. हमने हमारे CM साहब देवेंद्र फडणवीस जी महाराष्ट्र से, उन्होंने कहा है कि जितना भी मेडिसिन लगेगा केरला के लिए हम लोग देंगे. और हम लोग 100 लोगों के साथ में आए हैं. हमने 3 टीम यहाँ पर की है, 30 डॉक्टर की. बाकी 2 डिस्ट्रिक्ट में 60 लोग गए हैं. अब 30 लोग यहाँ पर आए हुए हैं. अगर ये संख्या अगर कम होती है, डॉक्टर्स अगर कम होते हैं, तो हम लोग वापस हमारी 2nd 3rd टीम हमारी मुंबई में तैयार है. अगर यहाँ पे डॉक्टर की ज़रूरत है, जैसे लेडी डॉक्टर है, अभी हम लोग जेंट्स है, अगर लेडी डॉक्टर की भी ज़रूरत है तो पूरी लेडी डॉक्टर की हमारी 100 डॉक्टर की टीम वहाँ पर तैयार है. टेक्नीशियन की टीम तैयार है. जितने भी डॉक्टर्स लगेंगे यहाँ पर, मेडिसिन लगेगी, वो महाराष्ट्र सरकार देने के लिए तैयार है. Because we were running out of doctors. Not, I mean, और मैं खुद मेडिकल एजुकेशन मिनिस्टर हूँ वहाँ पर. मैं इरिगेशन मिनिस्टर हूँ, कैबिनेट मिनिस्टर हूँ. मैं इनके साथ में यहाँ पर आया हूँ. और जितने दिन, 8 दिन, 10 दिन, 15 दिन, जितने भी दिन लगेंगे, हम लोग यहाँ पर रहेंगे. ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഷോർട്ടേജ് ഫേസ് ചെയ്യായിരുന്നു. There were no doctors in the morning even until 11:30. It's very helpful because 30 ഡോക്ടേഴ്സിനെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഇതാണ് ഏറ്റവും വലിയ ക്യാമ്പ്. അതുകൊണ്ട് ഈ ക്യാമ്പിലേക്കാണ് he wanted to come and see personally. കണ്ടിട്ട് നിങ്ങൾക്ക് മരുന്നും സൗകര്യങ്ങളെല്ലാം തരുന്നതാണ്. മാലതി സലാദേവ് എന്നോട് പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ ക്യാമ്പ്. അതുകൊണ്ട് ഈ ക്യാമ്പാണ് ഇദ്ദേഹം he wanted to come and see. He stayed with them. നമ്മളോടൊപ്പം ഉള്ളത് മാലയത്ത് സരളാദേവി, മുൻ MLA ആണ്. മുൻ MLA എന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ പറയേണ്ടത് ഈ ദുരിത ബാധിത കൂടിയാണ്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്ന പോലും. എങ്ങനെയായിരുന്നു ഒരു അനുഭവം? എത്രത്തോളം? ഞാൻ 55 വർഷത്തിന് മുമ്പ് പോലും ഇത്ര ഒരു വെള്ളപ്പൊക്കം വന്നിട്ടില്ല. ഞങ്ങളുടെ വീട് പഴയ 121 വർഷത്തെ പഴക്കമുള്ള ആറിൻ്റെ തീരത്താണ്. പക്ഷെ പെട്ടെന്ന് സൂര്യയിലെ ഹരിയലന്തൂരി വിളിച്ചു പറഞ്ഞു വടശ്ശേരിക്കര മുങ്ങി, പെട്ടെന്ന് അവിടുന്ന് മാറാൻ. പക്ഷെ സാധനം പറിക്കാൻ 10 കഴിഞ്ഞപ്പോഴത്തേക്ക് 4 ആൾ വെള്ളം വന്നു. പെട്ടെന്ന് ഞങ്ങളുടെ 2ാമത്തെ നില ഇറയത്ത് കയറുമ്പോൾ ഇടയാറുമ്പോൾ മുങ്ങുന്ന, പക്ഷെ 2ാമത്തെ നിലയെ വെള്ളം കയറി. അപ്പോൾ ആറ്റിനകത്തിരിക്കുന്ന പോലെ അനുഭവമായിരുന്നു. ആരെല്ലാം വിളിച്ചിട്ടും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത് പറഞ്ഞു. പക്ഷേ യാതൊരു പ്രതിഫലം ഇല്ലാതെ പാവം പിടിച്ച പൊടിയെന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ ജീവനെ പണയം വെച്ച് എൻ്റെ വീട്ടിൽ വന്ന് മോളിൽ വടം കെട്ടി അതിൻ്റെ കഴുക്കോല് വഴി ഇറക്കി വെള്ളത്തിൽ പിണ്ടി 2 ഇട്ട് വള്ളം മറിയാതെ ഞങ്ങളുടെ ജീവൻ, അങ്ങനെ അവനൊരു 10-35 പേരുടെ ജീവൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പൊടിയെന്ന് പറഞ്ഞ ആളെ രക്ഷിച്ചു. അപ്പോൾ ഇതുപോലൊരു ഫ്ലഡ് വന്നാൽ ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം, നമ്മൾ വെള്ളം താണടുത്ത് ആർക്കും വീട്ടിൽ, എൻ്റെ വീട് വന്ന് കണ്ടാൽ അറിയാം, നമുക്ക് അങ്ങോട്ടൊന്നും പാനക്കത്തില്ല. ഇത്രയും വരെ വെറും ചെളി ഇങ്ങനെ ഉരുണ്ട് കിടക്കുക, ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് അതിനകത്ത് വെക്കാം. അപ്പോൾ വീടുകളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ അത്യാവശ്യമായിരുന്നു നടപടി. ഈ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമയായ ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാമനസ്സ് കൊണ്ടാണ് ഇവിടെ ഇപ്പം ഞാൻ രാവിലെ ഇവിടെ വന്ന് കണ്ടിട്ടാണ്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളായത്. അപ്പോൾ ഇവിടെ ഇറക്കാറായപ്പോൾ ആദ്യം റിപ്പോർട്ടാണ് കണ്ടത്.